ഹായ് ഗൈസ്, എല്ലാവർക്കും ഹെൽത്ത് ഇൻസ്പെക്ടേഴ്സ് ക്രൂവിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ സെക്കൻഡ് ഇയറിലെ ഒരു ഇമ്പോർട്ടൻ്റ് ഏരിയ ആയ പ്രൊജക്റ്റ് പ്രിപ്പറേഷനാണ്. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, അതുപോലെ തന്നെ ഭയങ്കര സിമ്പിളുമാണ്. കാരണം നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ നമ്മളൊരു ഒരു ഫോർമാറ്റ് പഠിച്ചു വെക്കില്ലേ. ഇപ്പോൾ ലെറ്റർ എഴുതാനാണെങ്കിലും കോൺവെർസേഷൻ എഴുതാനാണെങ്കിലും ലെറ്റർ ടു എഡിറ്റർ, പോസ്റ്റർ എന്നൊക്കെ പറഞ്ഞ് നമ്മളൊരു ഫോർമാറ്റ് പഠിച്ചു വെക്കും. എന്നിട്ട് പരീക്ഷയ്ക്ക് ഏതാണോ സിറ്റുവേഷൻ വരുന്നത് ആ സിറ്റുവേഷൻ നമ്മൾ ഇതിലേക്ക് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കും. സോ സെയിം കാര്യം തന്നെയാണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത്. നമ്മൾ DHICയിൽ അതേപോലത്തെ ഒരു ടോപ്പിക്കാണ് പ്രൊജക്റ്റ് പ്രിപ്പറേഷൻ. നമുക്ക് പ്രൊജക്റ്റ് പ്രിപ്പയർ ചെയ്യാൻ ക്വസ്റ്റ്യൻ വരും, നമ്മളൊരു ഫോർമാറ്റ് പഠിച്ചുകൊണ്ട് പോവും. സെയിം കിട്ടുന്ന സിറ്റുവേഷൻ ഏതാണോ ആ സിറ്റുവേഷനിലേക്ക് നമ്മൾ പഠിച്ചു വെച്ച ഫോർമാറ്റ് ഇൻക്ലൂഡ് ചെയ്ത് എഴുതുക. അതാണ് പ്രൊജക്റ്റ് പ്രിപ്പറേഷൻ. ഭയങ്കര സിമ്പിളാണ്. നമ്മുടെ അടുത്ത് കുറേ കുട്ടികൾ ചോദിച്ചൊരു ടോപ്പിക്കാണ് പ്രൊജക്റ്റ് പ്രിപ്പറേഷൻ്റെ വീഡിയോ ചെയ്യുമോ എന്നുള്ളത്. സോ അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ പ്രൊജക്റ്റ് പ്രിപ്പറേഷൻ ചെയ്തിരിക്കുന്നത്. സോ ലെറ്റ് സ്റ്റാർട്ട്. ഫസ്റ്റ് തന്നെ ഇതിൽ നിന്ന് പ്രീവിയസ് ഇയറിൽ നമുക്ക് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടെന്ന് നോക്കാം. മെയിൻലി 2 പാറ്റേണിലാണ് ഇതിൻ്റെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒന്ന്, ഇത് രണ്ടും SA ഏരിയയിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. ഒന്ന് വേണമെങ്കിൽ നമുക്ക് ഒരു പ്രൊജക്റ്റ് പ്രിപ്പറേഷൻ തന്നെ 15 മാർക്കിന് കണക്കാക്കി ചോദിക്കാം. അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. 2021-ലും 2022-ലൊക്കെ നമുക്ക് ഡയറക്റ്റ് ഒരു പ്രൊജക്റ്റ് പ്രിപ്പറേഷൻ 15 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. എന്നാൽ 2023, 2024-നൊക്കെ നമുക്ക് ചോദിച്ചിരിക്കുന്നത് ഈ രണ്ടാമത്തെ പാറ്റേൺ ഇല്ലേ, ആ ഒരു രീതിയിലാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അതായത് ഒന്ന് 5 മാർക്കിന് കണക്കാക്കി സ്റ്റെപ്സ് ചോദിക്കും. സ്റ്റെപ്സ് ഇൻ പ്രൊജക്റ്റ് പ്രിപ്പറേഷൻ ഫോർ 5 മാർക്സ്. അതിൻ്റെ സബ് ക്വസ്റ്റ്യൻ ആയിട്ട് ഒരു വിഷയം അല്ലെങ്കിൽ നമ്മൾ തന്നെ ഒരു വിഷയം തിരഞ്ഞെടുത്ത് ഒരു പ്രൊജക്റ്റ് ചെയ്താൽ 10 മാർക്കിന്. സോ ഈ ഒരു പാറ്റേൺ ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇതിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് ഈ പ്രാവശ്യം പ്രതീക്ഷിക്കാം. നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം പക്ഷേ ഇതൊന്നും ചോദിച്ചില്ല. നമ്മുടെ അടുത്ത് ആകെ ചോദിച്ചത് 5 മാർക്കിൻ്റെ ഏരിയയിൽ സ്റ്റെപ്സ് ഇൻ പ്രൊജക്റ്റ് പ്രിപ്പറേഷൻ 5 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. സോ നമുക്ക് എന്തായാലും ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് ഇത് നോക്കാം. ആദ്യത്തെ ഒരു ഏരിയയിൽ നമുക്ക് എന്താണ് പ്രൊജക്റ്റ് എന്ന് പറയാം, പിന്നീട് സ്റ്റെപ്സ് ഇൻ പ്രൊജക്റ്റ് പ്രിപ്പറേഷൻ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അത് കഴിഞ്ഞ് ഞാൻ നിങ്ങൾക്ക് ആ ഒരു ഫോർമാറ്റും കൂടെ പറഞ്ഞുതരാം. സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഒരു ഇൻട്രൊഡക്ഷൻ, നമ്മളൊരു പ്രൊജക്റ്റ് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ പറയുന്നത്. പ്രൊജക്റ്റ് പ്രപ്പോസൽ എന്ന് പറയുന്നത് നമ്മുടെ ഒരു സുപ്പീരിയർ ഓഫീസർക്ക് അല്ലെങ്കിൽ ആരാണോ പ്രൊജക്റ്റിന് വേണ്ടി ഫണ്ട് മുടക്കുന്നത്, അവരെ സമയം കളഞ്ഞ് വരുന്നത്, അവരെ ഒന്ന് കൺവീൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ എഴുതുന്ന ഒരു റിട്ടൺ ഡോക്യുമെൻറ്റിനെയാണ് പ്രൊജക്റ്റ് പ്രപ്പോസൽ എന്ന് പറയുന്നത്. നമുക്കിത് ഈ ഒരു പാഠം കംപ്ലീറ്റ് ഒരു എക്സാമ്പിളിലൂടെ പഠിക്കാം. സോ എന്താണ് പ്രൊജക്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ നമ്മുടെ ഒരു സബ് സെൻറ്ററിലെ ഒരു ജലജന്യ രോഗങ്ങൾ, വാട്ടർ ബോൺ ഡിസീസസ് കൂടി വരികയാണ്. അപ്പം ഞാൻ അവിടുത്തെ നമ്മുടെ PHCയിലെ മെഡിക്കൽ ഓഫീസർക്ക് എഴുതുകയാണ്, സർ ഇന്ന ഏരിയയിൽ ഇങ്ങനെ ജലജന്യ രോഗങ്ങൾ കൂടുകയാണ്. സോ ഇത് തടയാൻ വേണ്ടി ഇന്ന ജലാശയങ്ങളിൽ നമുക്ക് ക്ലോറിനേഷൻ നടത്തണം. അതുപോലെ തന്നെ മൊസ്കിറ്റോ ബ്രീഡ് ചെയ്യുന്ന ജലാശയങ്ങളിൽ നമുക്ക് ഗപ്പീസ് പോലുള്ള ഫിഷിനെ ഇടണം എന്നൊക്കെ പറഞ്ഞ് നമുക്കൊരു പ്രൊജക്റ്റ് എഴുതി കൊടുക്കാം. ഇതിനുവേണ്ടി നമുക്ക് എത്ര ഫണ്ട് വേണം, ബഡ്ജറ്റ് എത്രയാണ്, ഇതെങ്ങനെ പ്രോബ്ലം സോൾവ് ചെയ്യുമെന്നൊക്കെ നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യും. ഇത് വായിക്കുന്ന നമ്മുടെ മെഡിക്കൽ ഓഫീസർ ഇതിൽ ഇംപ്രസ്ഡ് ആവണം. എന്നിട്ട് അവരിത് ഓക്കെ ചെയ്തോളൂ എന്നുള്ള രീതിയിൽ പ്രൊജക്റ്റ് അതിൻ്റെ മേലോട്ടേക്ക് അയക്കുന്നു. സോ അതാണ് ഒരു പ്രൊജക്റ്റ് പ്രപ്പോസൽ എന്ന് വെച്ചാൽ. നമ്മുടെ സുപ്പീരിയർ ഓഫീസർ അല്ലെങ്കിൽ നമ്മുടെ ഒരു സൂപ്പർവൈസർ നമ്മുടെ ക്ലയൻറ്റിനെ ഈ ഒരു പ്രൊജക്റ്റ് സമ്മതിപ്പിക്കാൻ വേണ്ടി, കൺവീൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ എഴുതി കൊടുക്കുന്ന ഒരു റിട്ടൺ ഡോക്യുമെൻറ്റിനെയാണ് നമ്മൾ പ്രൊജക്റ്റ് പ്രപ്പോസൽ എന്ന് പറയുന്നത്. ഇതെങ്ങനെ അവർ നമുക്ക് തരുന്ന സമയത്തിനും പൈസയ്ക്കും നമ്മൾ എങ്ങനെ ആ ഒരു പ്രശ്നം സോൾവ് ചെയ്യാൻ പറ്റുന്ന എന്ന് നമ്മൾ വ്യക്തമായിട്ട് എഴുതുന്ന ഒരു സാധനമാണ് ഈ പ്രൊജക്റ്റ് പ്രപ്പോസൽ. സോ ഒരു പ്രൊജക്റ്റ് പ്രപ്പോസൽ കുറച്ച് ചോദ്യങ്ങൾക്ക് ഉള്ള ഉത്തരം കറക്റ്റ് അതിനകത്ത് ഉണ്ടാവണം. എന്തൊക്കെയാണ്? ഒന്ന്, ഏത് പ്രശ്നമാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മൾ നമ്മുടെ ഏരിയയിലെ വാട്ടർ ബോൺ ഡിസീസസ് ആണ് നോക്കുന്നത്. അപ്പോൾ നമ്മൾ വാട്ടർ ബോൺ ഡിസീസസ്, അതായത് ജലജന്യ രോഗങ്ങൾ, ഇന്ന ഏരിയയിൽ ഇന്ന സബ് സെൻറ്ററിന് കീഴിൽ വരുന്ന ഇത്ര വാർഡുകളിലുള്ള ജലജന്യ രോഗങ്ങൾ നമുക്ക് അഡ്രസ്സ് ചെയ്യാം. ഹൗ ദ പ്രൊജക്റ്റ് ഈസ് യൂസ്ഫുൾ ടു ദ റീഡർ. ഇവിടെ റീഡറിന് ഉദ്ദേശിക്കുന്നത് അവിടുത്തെ ജനങ്ങൾക്ക് ഇതെങ്ങനെ യൂസ്ഫുൾ ആവും. സോ നമുക്ക് പറയാം അവരെ ഒരു കുറച്ചുകൂടെ ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുത്ത് അവർ അവയർനെസ് ഉള്ള ആൾക്കാരാവും, അതുപോലെ അവർക്ക് രോഗങ്ങൾ കുറയും എന്നൊക്കെ പറഞ്ഞ് നമുക്ക് അവർക്ക് എങ്ങനെ അത് യൂസ്ഫുൾ ആവുമെന്ന് കൊടുക്കാം. പിന്നെ സൊല്യൂഷൻ ഓർ അപ്രോച്ച് ടു ബി ഫോളോ. നമ്മൾ ഇതിന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്യാൻ പോകുന്നതെന്ന് നമ്മുടെ പ്രൊജക്റ്റിൽ ഉണ്ടാവണം. അതുപോലെ ഇതിൻ്റെ ബഡ്ജറ്റ്, കോസ്റ്റ് എത്രയാവും എന്ന് നമ്മൾ അതിനകത്ത് വ്യക്തമായിട്ട് ഇൻക്ലൂഡ് ചെയ്യണം. അതുപോലെ തന്നെ ഇതിന് നമുക്ക് എന്തൊക്കെ റിസൾട്ട് ഉണ്ടാവുമെന്നും കൂടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം. അപ്പോൾ എന്തൊക്കെ ചെയ്യണം? ഒന്ന്, ഏത് പ്രോബ്ലം ആണോ നമ്മൾ അഡ്രസ്സ് ചെയ്യാൻ പോകുന്നത്. രണ്ട്, ഇത് ആർക്കൊക്കെ എങ്ങനെയൊക്കെ ഉപകാരപ്പെടും. പിന്നെ ഇത് നമ്മൾ ഏത് രീതിയിലാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നത്. ഇതിന് എക്സ്പെക്റ്റഡ് റിസൾട്ട്, ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയായിരിക്കും, റിസൾട്ട് എന്തായിരിക്കും, അതുപോലെ തന്നെ ഇതിൻ്റെ കോസ്റ്റ് എന്തൊക്കെയാണ്, എത്ര രൂപയോളം ഇതിന് കോസ്റ്റ് വരും എന്നൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. സോ ഇനി നെക്സ്റ്റ് സ്ലൈഡിലോട്ട് പോവാം. 5 Ws. നമ്മുടെ പ്രൊജക്റ്റിൽ
2 മാർക്കിന് പ്രൊജക്ട് പ്രപ്പോസലിൽ നിന്ന് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ആർ ദ 5 Ws ഓഫ് പ്രൊജക്ട് പ്രപ്പോസൽ? എന്തൊക്കെയാ? വാട്ട്, വേർ, വൈ, ഹൂ, വെൻ. അതായത് നമ്മൾ മാനേജ്മെൻറ്റിൽ നമ്മളൊരു 3 M's പഠിക്കുന്നുണ്ട്. 3 M's എന്തൊക്കെയാ? മാൻ, മണി, മെറ്റീരിയൽ. ഓക്കെ, മാനേജ്മെൻറ്റിൽ ഈ 3 M പോലെ തന്നെ നമ്മുടെ പ്രൊജക്ട് പ്രപ്പോസലിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയതാണ് 5 Ws. അപ്പോൾ ഇത് രണ്ടും 2 മാർക്കിന് ചോദിക്കാവുന്നതാണ്. 3 M's ഇൻ മാനേജ്മെൻറ്റും അതുപോലെ 5 Ws ഇൻ പ്രൊജക്ട് പ്രപ്പോസലും. സോ എന്തൊക്കെയാണ് ആ 5 Ws? വാട്ട്, എന്ത് പ്രൊജക്റ്റാണ് ചെയ്യാൻ പോകുന്നത്? വേർ, എവിടെയാണ് ചെയ്യാൻ പോകുന്നത്? വൈ, എന്തിനാണ് ചെയ്യുന്നത്? ഹൂ, ആരൊക്കെയാണ് ഇതിൽ പങ്കാളികളാവുന്നത് അല്ലെങ്കിൽ ആർക്ക് വേണ്ടിയാണ് നമ്മളിത് ചെയ്യുന്നത്? വെൻ, എപ്പോൾ ചെയ്യും? അതാണ് ഈ 5 Ws. വാട്ട്, വേർ, വൈ, ഹൂ, വെൻ. ഓക്കെ, നമ്മുടെ 5 മാർക്കിൻ്റെ സ്റ്റെപ്സ് ഇൻ പ്രൊജക്ട് പ്രപ്പോസലിലോട്ട് പോകാം. സോ സ്റ്റെപ്സ് ഇൻ പ്രൊജക്ട് പ്രപ്പോസലിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ആ ഒരു ഹെഡിങ് സ്റ്റെപ്സ് ഇൻ പ്രൊജക്ട് പ്രപ്പോസൽ എന്ന് എഴുതിയിട്ട് ഒരു സെൻറ്റൻസ്, ദ പ്രൊപ്പോസൽ മസ്റ്റ് ക്ലിയർലി സ്പെസിഫൈ ദ ഗോൾസ്, ഒബ്ജക്റ്റീവ്സ് ആൻഡ് നീഡ് ഓഫ് ദ പ്രൊജക്റ്റ്. ഒരു പ്രൊജക്റ്റിൻ്റെ ഗോൾ എന്താണ്, അതിനുവേണ്ടിയുള്ള ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്, അതിനുവേണ്ടിയുള്ള നീഡ്സ് എന്തൊക്കെയാണെന്ന് നമ്മൾ കൃത്യമായിട്ടൊരു പ്രോജക്റ്റിൽ ഉണ്ടാവണം. സോ നമുക്ക് ഇനി ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് എന്താണെന്ന് നോക്കാം. 5 മാർക്കിന് നമുക്ക് ചോദിക്കാവുന്നതും അല്ലെങ്കിൽ 2 മാർക്കിന് നിലവിൽ ചോദിച്ചിട്ടുള്ളതുമായ ഒരു ഏരിയ ആണ് ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് എന്താണ്. സോ അത് നിങ്ങൾക്ക് വായിച്ചാൽ തന്നെ മനസ്സിലാവും. ഞാനത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് കൊളാക്കുന്നൊന്നുമില്ല. എക്സ്പ്ലെയിൻ ചെയ്യാനില്ല അത് ആക്ച്വലി. സോ ഗോളും ഒബ്ജക്റ്റീവ് എന്താണെന്ന് പറഞ്ഞുതരാം. ഗോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അൾട്ടിമേറ്റ് ആയിട്ട് നമ്മുടെ ആവശ്യം എന്താണോ അതാണ് ഗോൾ. സോ ഇപ്പം എൻ്റെ ഏരിയയിൽ എൻ്റെ സബ്സെൻറ്റിന് കീഴിൽ ജലജന്യ രോഗങ്ങൾ കൺട്രോൾ ആവണം, ജലജന്യ രോഗങ്ങൾ തുടച്ചു നീക്കണം, അല്ലെങ്കിൽ ഇത്ര ശതമാനം കുറയ്ക്കണം എന്നതാണ് എൻ്റെ ഗോള്. ഒബ്ജക്റ്റീവ്സ് എന്ന് വെച്ചാൽ ഞാൻ അതിന് വേണ്ടി എന്തൊക്കെ സ്റ്റെപ്പുകൾ എടുക്കുന്നു എന്നതാണ് ഒബ്ജക്റ്റീവ്സ്. അതായത് ഗോളിലേക്കുള്ള നമ്മുടെ സ്റ്റെപ്സിനെയാണ് നമ്മൾ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ജലജന്യ രോഗങ്ങൾ കുറയ്ക്കാൻ വേണ്ടി തന്നെ ഇപ്പം ഞാൻ പറയുന്നു, ഇത്ര ജലാശയങ്ങളിൽ ക്ലോറിനേഷൻ ചെയ്യുന്നു, ഇത്ര ജലാശയങ്ങൾ മലിനമാണ്, യൂസ്ഫുൾ അല്ല, സോ അത് മൂടുന്നു, ഇത്ര ജലാശയങ്ങളിൽ ഗപ്പി പോലുള്ള ലാർവിസൈഡൽ ഫിഷസിനെ കൊണ്ടിടുന്നു എന്നൊക്കെ ഞാൻ എഴുതുന്നു. അപ്പോൾ അതെന്താണ്? അതാണ് ഒബ്ജക്റ്റീവ്സ്. ഓക്കെ, ബാക്കി നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് വായിച്ചു നോക്കിയാൽ മതി. പിന്നെ ഈ ഒരു ബോക്സ് ഒന്ന് മനസ്സിലാക്കി വെക്കുക, കാരണം നമുക്ക് ട്രൂ ഓർ ഫോൾസിൽ ചോദിച്ചിട്ടുണ്ട്. ഗോൾസ് ആർ നാരോ, ട്രൂ ഓർ ഫോൾസ്? ഫോൾസ്. ഗോൾസ് ആർ ബ്രോഡ്, ട്രൂ ഓർ ഫോൾസ്? ട്രൂ. ആ രീതിയിൽ ഇതൊന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഒരു ഗോളിന് 1 or 3 ഒബ്ജക്റ്റീവ്സാണ് നമ്മൾ എഴുതി വയ്ക്കുക. അതുപോലെ തന്നെ ഈ ഓരോ ഒബ്ജക്റ്റീവ്സും 1 മുതൽ 3 സെൻറ്റൻസ് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. പിന്നെ നമ്മുടെ പ്രൊജക്റ്റിൻ്റെ ലിമിറ്റേഷൻസും സ്കോപ്പും ഒക്കെ ഡിഫൈൻ ചെയ്യുന്നതായിരിക്കണം ഒബ്ജക്റ്റീവ്സ്. അതുപോലെ തന്നെ ഈ പ്രൊജക്റ്റ് എന്ത് ചെയ്യും, ഈ പ്രൊജക്റ്റ് കൊണ്ടുള്ള ഗുണം എന്താണ്, എന്തൊക്കെ ചെയ്യാം എന്നൊക്കെയാണ് നമ്മൾ ഈ ഒബ്ജക്റ്റീവ്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. സോ ദ മെയിൻ കണ്ടന്റ് സ്റ്റെപ്സ്. ഈ 6 സ്റ്റെപ്പുകൾ ഏതൊക്കെയാ? പ്രൊജക്റ്റ് കോണ്ടെക്സ്റ്റ്, പേഴ്സണൽ, വർക്ക് പ്ലാൻ, ബഡ്ജറ്റ്, പ്രൊജക്റ്റ് ഔട്ട്പുട്ട്, പ്രൊജക്റ്റ് സബ്മിഷൻ. ഈ 6 ഹെഡിങ്സുകൾ പഠിച്ചു വയ്ക്കുക. ഏതൊക്കെയാ? പ്രൊജക്റ്റ് കോണ്ടെക്സ്റ്റ്, പേഴ്സണൽ, വർക്ക് പ്ലാൻ, ബഡ്ജറ്റ്, പ്രൊജക്റ്റ് ഔട്ട്പുട്ട്, പ്രൊജക്റ്റ് സബ്മിഷൻ. ഈ 6 ഹെഡിങ്ങുകൾ പഠിച്ചു വയ്ക്കുക. എന്നിട്ട് ഇതിൻ്റെ ഓരോന്നിൻ്റെയും 1 or 2 പോയിന്റുകൾ വെച്ച് മനസ്സിലാക്കുക. ഞാൻ ഇതിനകത്ത് ഇത് എന്താണെന്ന് ജസ്റ്റ് ഒരു ഐഡിയ പറഞ്ഞു തരും, നിങ്ങളുടേതായ രീതിയിൽ അത് എഴുതാൻ ശ്രമിക്കുക. സോ ഫസ്റ്റ് നമുക്ക് പ്രൊജക്റ്റ് കോണ്ടെക്സ്റ്റ് എന്താണെന്ന് നോക്കാം. പ്രൊജക്റ്റ് കോണ്ടെക്സ്റ്റിൽ പറയുന്നത് നമ്മുടെ ഏരിയയിൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടെന്ന് ഡിസ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ മെൻഷൻ ലിമിറ്റേഷൻസ് ആൻഡ് ചാലഞ്ചസ്. ഈ പ്രോജക്റ്റ് ചെയ്യാൻ നമുക്കുള്ള ലിമിറ്റേഷൻ എന്തൊക്കെയാണ്, ചാലഞ്ചസ് എന്തൊക്കെയാണ്. ഇപ്പം ചിലപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ആൾക്കാർ ആ ലൊക്കാലിറ്റിയിൽ അവൈലബിൾ ആയിരിക്കില്ല ഇത് ചെയ്യാനുള്ളത്, അതൊക്കെ ഒരു ലിമിറ്റേഷനാണ്. അല്ലെങ്കിൽ ജനങ്ങളുടെ ഇടയിൽ നിന്ന് ചിലപ്പോൾ റെസിസ്റ്റൻസ് ഒക്കെ ഉണ്ടാവും, അതൊക്കെ ചാലഞ്ചസ് ആണ്. അപ്പം നമ്മൾ ഈ ഏരിയയിലുള്ള പ്രോബ്ലംസ് എന്തൊക്കെയാണെന്ന് പറയാം. അതുപോലെ തന്നെ നമുക്ക് ഈ പ്രൊജക്റ്റ് ചെയ്യുന്നതിലുള്ള ലിമിറ്റേഷൻസും ചാലഞ്ചസും എന്താണെന്ന് ആ പ്രൊജക്റ്റിൽ പറയണം. എന്നിട്ട് ഈ ലിമിറ്റേഷൻസിനെയും ചാലഞ്ചസിനെയും നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യുമെന്നും കൂടെ നമ്മൾ ആ പ്രൊജക്റ്റ് കോണ്ടെക്സ്റ്റിൽ പറയണം. അപ്പോൾ ഫസ്റ്റ് പ്രൊജക്റ്റ് കോണ്ടെക്സ്റ്റ് നമ്മൾ ഏരിയയിലുള്ള പ്രോബ്ലംസ് പറയുന്നു, അതുപോലെ തന്നെ എങ്ങനെ ഇതൊക്കെ മാനേജ് ചെയ്യുമെന്നും നമ്മൾ പറയുന്നു. നെക്സ്റ്റ് പേഴ്സണൽ. പേഴ്സണൽ നമ്മൾ ഹ്യൂമൻ റിസോഴ്സിനെയാണ് ഉദ്ദേശിക്കുന്നത്, നമുക്ക് ആവശ്യമുള്ള ആൾക്കാർ. സോ ഈ പേഴ്സണലിൻ്റെ ഏരിയയിൽ നമ്മൾ പറയുന്നത് മിനിമം റിക്വയർഡ് സ്റ്റാഫ്, നമുക്ക് എത്ര ആൾക്കാർ വേണമെന്ന് നമ്മൾ സൂചിപ്പിക്കണം. അതുപോലെ തന്നെ നമ്മളടുത്ത് ഇപ്പോൾ ഓൾറെഡി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സ് നമ്മളടുത്തുണ്ടെങ്കിൽ അവരെ മാക്സിമം യൂസ് ചെയ്യണം. പിന്നെ ഈ ഒരു പ്രൊജക്റ്റിന് വേണ്ടി നമ്മൾ ഏതൊക്കെ വർക്കേഴ്സ് നമ്മളെ കൂടെ ഉണ്ടോ അവരുടെ കംപ്ലീറ്റ് CV നമ്മൾ പ്രൊജക്റ്റിൻ്റെ കൂടെ സബ്മിറ്റ് ചെയ്യണം. പിന്നെ ഓരോരുത്തരും ചെയ്യുന്ന റോൾസും റെസ്പോൺസിബിലിറ്റീസും നമ്മുടെ പ്രൊജക്റ്റിൽ നമ്മൾ വ്യക്തമായിട്ട് ഇൻക്ലൂഡ് ചെയ്യണം. അപ്പം 2 സ്റ്റെപ്പുകൾ പഠിച്ചു, പ്രൊജക്റ്റ് കോണ്ടെക്സ്റ്റ് പഠിച്ചു, പേഴ്സണൽ പഠിച്ചു. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് പോയാലോ.
ഓക്കെ. വർക്ക് പ്ലാനും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഉള്ളൊരു ഏരിയ ആണ്. ഈ വർക്ക് പ്ലാനിൽ നിന്ന് നമുക്ക് 1 വേർഡ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ബ്ലൂ പ്രിൻറ്റ് ഫോർ ആക്ഷൻ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. നമുക്കിനി എക്സാമിന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു മാർക്ക് പോകരുത്. വർക്ക് പ്ലാനാണ് ബ്ലൂ പ്രിൻറ്റ് ഫോർ ആക്ഷൻ. ഓക്കെ. അപ്പോൾ നമ്മുടെ ഒരു പ്രൊജക്റ്റ് സ്മൂത്തായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നമുക്ക് വേണ്ടത് വർക്ക് പ്ലാൻ ആണ്. നമ്മൾ എന്തൊക്കെ ടാസ്കുകൾ ചെയ്യുന്നു, എത്ര ഫണ്ട് വേണം അതിന്, ഓരോ ടൈമിൽ നമ്മൾ എന്തൊക്കെ ചെയ്യും, അങ്ങനെയുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഈ വർക്ക് പ്ലാനിലാണ്. ഓക്കെ. നെക്സ്റ്റ് ബഡ്ജറ്റ് എന്ന് പറയുന്നത് എന്താ അറിയാലോ. നമ്മളെ പ്രൊജക്റ്റിൽ ക്ലിയർ ആയിട്ട് നമുക്ക് എത്ര ബഡ്ജറ്റ് വേണം എന്നുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് എഴുതണം. എന്തിനൊക്കെയാണ് ഇത് ചിലവഴിക്കുന്നതെന്ന് എഴുതണം. അതുപോലെ തന്നെ ഇത് റീസണബിൾ ആയിരിക്കണം, ജസ്റ്റിഫൈഡ് ആയിരിക്കണം. അതായത് ഒരു ന്യായമായ രീതിയിലുള്ള ഇതായിരിക്കണം. ഇപ്പോൾ നമ്മൾ ചില ബസ് സ്റ്റോപ്പുകൾ കാണും, ഒരു 10,000 രൂപയ്ക്ക് പോലും ഇല്ലാത്ത ചില ബസ് സ്റ്റോപ്പുകൾ നമ്മൾ അവിടെ കാണും 10 ലക്ഷം രൂപ മുടക്കി ഉണ്ടാക്കി വെച്ചതാണ്. സോ അതൊന്നും ഒരിക്കലും റീസണബിൾ അല്ല. അതുപോലെ ആയിരിക്കരുത് നമ്മുടെ പ്രൊജക്റ്റ്. നമ്മൾ എഴുതുന്ന പ്രൊജക്റ്റ് എത്രത്തോളം ഫണ്ട് നമുക്ക് ചുരുക്കാൻ പറ്റുമോ അത്രയും ബഡ്ജറ്റ് ചുരുക്കി വേണം എഴുതാൻ, എന്നാലേ അപ്രൂവ് ആയി കിട്ടുകയുള്ളൂ. ഓക്കെ. അതുപോലെ സ്റ്റാഫ് റോൾസ് മസ്റ്റ് മാച്ച് ബഡ്ജറ്റ് അലൊക്കേഷൻ. നമ്മുടെ ഓരോ സ്റ്റാഫിൻ്റെയും റോളിനനുസരിച്ചുള്ള ബഡ്ജറ്റ് അലൊക്കേഷനെ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ അതിനകത്ത്. പിന്നെ നമ്മുടെ 5ാമത്തെ സ്റ്റെപ്പാണ് പ്രൊജക്റ്റ് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ കൊണ്ട് എന്തൊക്കെ ഔട്ട്പുട്ട് കിട്ടുന്നു, നമ്മൾ ഈ പ്രൊജക്റ്റ് ചെയ്യുന്നതിനെ കൊണ്ടുള്ള നമ്മുടെ റിസൾട്ടിനെയൊക്കെയാണ് നമ്മൾ ഈ പ്രൊജക്റ്റ് ഔട്ട്പുട്ടിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഓക്കെ. ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ്. എത്രത്തോളം രോഗങ്ങൾ കുറഞ്ഞു, അതേപോലെ ക്വാളിറ്റേറ്റീവിൽ ആൾക്കാർ എത്രത്തോളം ഹെൽത്ത് എഡ്യൂക്കേറ്റഡ് ആയി അവെയർ ആയി എന്നൊക്കെയാണ് നമ്മൾ ഈ ക്വാളിറ്റേറ്റീവിൽ ഇതാക്കുന്നത്. ഓക്കെ. സോ അതാണ് പ്രൊജക്റ്റ് ഔട്ട്പുട്ട്. ആൻഡ് നെക്സ്റ്റ് പ്രൊപ്പോസൽ സബ്മിഷനിൽ നമ്മൾ ഈ പ്രൊപ്പോസൽ ആർക്കാണ് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നത്? നമ്മൾ മെയിൻലി ചെയ്യുന്നത് PHSCയിലെ മെഡിക്കൽ ഓഫീസർക്ക്. അതല്ലാതെ നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസർക്കും സബ്മിറ്റ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഫണ്ടിങ് ഏജൻസിക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രൊജക്റ്റ് സബ്മിഷൻ ചെയ്യാറുണ്ട്. ഓക്കെ. സോ പ്രൊപ്പോസൽ സബ്മിഷൻ ആർക്കാ? ഇപ്പോൾ ഒരു JHAയെ സംബന്ധിച്ചിടത്തോളം അവർ പ്രൊജക്റ്റ് സബ്മിറ്റ് ചെയ്യുന്ന ആർക്കാ? മെഡിക്കൽ ഓഫീസറിൽ ഓഫ് PHSC. ഓക്കെ. സോ നമ്മൾ പ്രൊജക്റ്റ് ചെയ്തുമ്പോൾ നമ്മൾ കൂടുതലും സബ്മിറ്റ് ചെയ്യുന്നത് മെഡിക്കൽ ഓഫീസർ ഓഫ് PHSC. ഓക്കെ. സോ ഇത്രയാണ് പ്രൊജക്റ്റ് പ്രപ്പോസലിൻ്റെ സ്റ്റെപ്പുകൾ. നമുക്ക് 5 മാർക്കിന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 6 കാര്യങ്ങൾ തെറ്റാതെ എഴുതുക. പ്രൊജക്റ്റ് കോണ്ടെക്സ്റ്റ്, അതുപോലെ തന്നെ പേഴ്സണൽ, അതുപോലെ വർക്ക് പ്ലാൻ, ബഡ്ജറ്റ്, പ്രൊജക്റ്റ് ഔട്ട്പുട്ട്, പ്രൊപ്പോസൽ സബ്മിഷൻ. ഇത് അത്രയും കാണാപ്പാഠം പഠിക്കുക. ഏതൊക്കെയാണ് ഒന്നുകൂടെ പറയാം? പ്രൊജക്റ്റ് കോണ്ടെക്സ്റ്റ്, പേഴ്സണൽ, പിന്നെ വർക്ക് പ്ലാൻ, ബഡ്ജറ്റ്, പിന്നെ പ്രൊജക്റ്റ് ഔട്ട്പുട്ട്, അതുപോലെ തന്നെ പ്രൊപ്പോസൽ സബ്മിഷൻ. ഓക്കെ. PPWB PP. ഓക്കെ. എന്തെങ്കിലും ഒരു രീതിയിൽ നിങ്ങൾ പഠിച്ചു വയ്ക്കുക അത്. സോ അത് കഴിഞ്ഞ് നമുക്ക് പ്രൊജക്റ്റ് പ്രപ്പോസലിൻ്റെ ഒരു സ്ട്രക്ചർ എന്താണെന്ന് കൂടെ എഴുതി വെക്കാം. അതായത് ഒരു പ്രൊജക്റ്റ് പ്രപ്പോസലിൽ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ എഴുതി വെക്കാൻ പോവാണ്. അതിൻ്റെ ഒരു സ്ട്രക്ചർ. ഫസ്റ്റ് ടൈറ്റിൽ പേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണം. അതായത് നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ജലജന്യ രോഗങ്ങളാണ് നമ്മുടെ തീമെങ്കിൽ നമ്മളൊരു ഹെഡിങ്, ജലജന്യ രോഗങ്ങൾ തടയാം എന്നൊക്കെ പറഞ്ഞ് ഒരു ഹെഡിങ് എഴുതുന്നു. അതാണ് ടൈറ്റിൽ പേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മളെ പ്രൊജക്റ്റിന് വേണ്ടിയുള്ള ടൈറ്റിൽ എഴുതുന്നു. അതുപോലെ അതിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളും എഴുതുന്നു. ഇൻട്രൊഡക്ഷൻ, ഒരു ആമുഖം എഴുതി വയ്ക്കുന്നു. നമ്മുടെ ഇന്ന ഏരിയയിൽ ചെയ്യുന്നതാണ്, ഇന്ന ഗുണങ്ങൾ ഇതിനു വേണ്ടി ഉണ്ടാവും എന്നുള്ളത്. എക്സിക്യൂട്ടീവ് സമ്മറി എന്ന് പറയുന്നത് നമ്മൾ ഈ പ്രൊജക്റ്റ് ഇപ്പോൾ ഒരു ലോങ് പ്രൊജക്റ്റ് ആയിരിക്കും എഴുതുന്നത്, ഒരു 10 പേജൊക്കെ ഉള്ള. ഇത് കംപ്ലീറ്റ് വായിക്കാൻ ഒരാൾക്ക് സമയം ഉണ്ടാവില്ല. അപ്പോൾ നമ്മുടെ ഈ എക്സിക്യൂട്ടീവ് സമ്മറി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ ഒരു രത്നച്ചുരുക്കം എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയില്ലേ, അതാണ് ഈ എക്സിക്യൂട്ടീവ് സമ്മറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഈ എക്സിക്യൂട്ടീവ് സമ്മറിയിൽ നമ്മൾക്ക് കറക്റ്റായിട്ട് തന്നെ പ്രോബ്ലംസ് എന്തൊക്കെയാണ്, അതുപോലെ ഇതിൻ്റെ സൊല്യൂഷൻ എന്താണ്, ഈ പ്രൊജക്റ്റ് ചെയ്തുള്ള റിസൾട്ട് എന്താണ്, ഈ പ്രൊജക്റ്റിന് വേണ്ടി നമുക്ക് എന്തൊക്കെ എത്ര ബഡ്ജറ്റ് ചിലവാകും എന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഒരു പ്രൊജക്റ്റ് പ്രപ്പോസലിലെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ ഏതാണെന്ന് ചോദിച്ചാലും അതിനുത്തരം എക്സിക്യൂട്ടീവ് സമ്മറിയാണ്. ഓക്കെ. അതുപോലെ നമ്മൾ എക്സിക്യൂട്ടീവ് സമ്മറി പൊതുവേ ഏറ്റവും ലാസ്റ്റാണ് ഇൻക്ലൂഡ് ചെയ്യാറുള്ളത്. ഒരു പേജൊക്കെ ഉണ്ടാവാൻ പാടുള്ളൂ. ഈ എക്സിക്യൂട്ടീവ് സമ്മറിയെ ചുരുക്കമാണ്. അതും നമ്മൾ എനിക്ക് ഒരുപാട് പേജ് എഴുതി വയ്ക്കാൻ പാടില്ല. ഒരു പേജിലൊക്കെ താഴെ നിൽക്കുന്നതായിരിക്കണം എക്സിക്യൂട്ടീവ് സമ്മറി. ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് എന്താ നമ്മൾ ഓൾറെഡി പറഞ്ഞു. ടീം സ്ട്രക്ചർ എന്ന് പറയുന്നത് നമ്മൾ എത്രത്തോളം ആൾക്കാരുണ്ട് അവരുടെ ആ ഒരു സ്ട്രക്ചർ നമ്മൾ ഓൾറെഡി പേഴ്സണലിൽ അത് ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ് വർക്ക് പ്ലാൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു. ടൈം ലൈൻ എന്ന് പറയുന്നത് നമ്മൾ ഓരോ ടൈമിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യും. ഇപ്പോൾ നമ്മളൊരു പ്രൊജക്റ്റ് നടത്താനാണെങ്കിൽ ആദ്യം ആ പ്രശ്നം പഠിക്കാൻ വേണ്ടി ഒരു സർവേ ടീമിനെ വെക്കുമല്ലോ. സോ സർവേ ടീം രൂപീകരണം മെയ് ആദ്യവാരം നമ്മൾ ഒരു സർവേ ടീമിനെ രൂപീകരിക്കുന്നു. അടുത്ത് മെയ് 2ാം വാരം സർവേ കംപ്ലീറ്റ് ചെയ്യുന്നു. അങ്ങനെ നമ്മൾ ഓരോ ടാസ്കിനും ഓരോ ടൈം ലൈൻ വെക്കും. അതാണ് ഈ ടൈം ലൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ബഡ്ജറ്റ് ഓൾറെഡി പറഞ്ഞു. അപ്പൻഡിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പ്രൊജക്റ്റിന് വെക്കുമ്പോൾ അതിന് കുറച്ച് സപ്പോർട്ടിംഗ് ഡാറ്റ അല്ലെങ്കിൽ ഒരു അഡീഷണൽ ഡാറ്റ ഈ പ്രൊജക്റ്റ് പ്രപ്പോസലിൻ്റെ കൂടെ വെക്കും. അതായത് ഞാൻ പറയുകയാണ് എൻ്റെ സബ്സെൻറ്റിന് കീഴിൽ ജലജന്യ രോഗങ്ങൾ കൂടി വരികയാണ്. അപ്പോൾ ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ഡാറ്റാസ്, അതായത്
2021 ഇത്രയായിരുന്നു, ഈ മാസം ഇത്രയായി, ഇങ്ങനെ കൂടി വരികയാണ്, ഇത്ര ശതമാനം കൂടി. അങ്ങനെ നമ്മൾ അതിനായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ള ഡാറ്റാസ് വെക്കുന്നതാണ് ഈ അപ്പൻഡിക്സ് എന്ന് പറയുന്ന സെക്ഷൻ. ഓക്കെ, ആവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഇത് വെക്കാൻ പാടുള്ളൂ. ഇപ്പം ഈ പ്രൊജക്റ്റുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത കുറേ ഡാറ്റാസ് വെച്ച് കഴിഞ്ഞാൽ കാര്യമില്ല. സോ ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം, അല്ലെങ്കിൽ നമ്മൾ കയ്യിൽ അങ്ങനെയുള്ള ഡാറ്റാസ് ഉണ്ടെങ്കിൽ മാത്രം ഇൻക്ലൂഡ് ചെയ്യുക. ഓക്കെ, സോ അത്രയാണ് നമ്മുടെ സ്റ്റെപ്സ് ഇൻ പ്രൊജക്റ്റ് പ്രപ്പോസലിൽ നമുക്ക് എഴുതാനുള്ളത്. ഫസ്റ്റ് നമ്മൾ ആ ഒരു 6 സ്റ്റെപ്പുകൾ എഴുതുക, പിന്നെ നേരെ ആ ഒരു സ്ട്രക്ചറും ഒന്ന് മെൻഷൻ ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് എന്തായി, 5 മാർക്ക് ഉറപ്പായി. ഇനി നമ്മുടെ ഒരു പ്രൊജക്റ്റിൻ്റെ എസ്റ്റിമേറ്റഡ് ലെങ്ത് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി 10 പേജസ്, ഏകദേശം ഒരു 10 പേജസേ ഒരു പ്രൊജക്റ്റ് ഉണ്ടാകാൻ പാടുള്ളൂ. അതിൽ കൂടുതൽ പോയാൽ ബുദ്ധിമുട്ടായിരിക്കും, ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ നമ്മുടെ അടുത്ത് വൺ വേർഡ് ആയിട്ട് ചോദിക്കുകയാണ് എസ്റ്റിമേറ്റഡ് ലെങ്ത് ഓഫ് എ പ്രൊജക്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി 10 പേജസ്. അല്ലെങ്കിൽ നമ്മൾ വൈവയ്ക്ക് ഇരിക്കുമ്പോൾ നമ്മളടുത്ത് ഇൻവിജിലേറ്റേഴ്സ് ചോദിക്കുകയാണ് ഒരു പ്രൊജക്റ്റ് നിങ്ങൾ എഴുതി, അതിന് എത്ര പേജസ് വരെ ആവാം എന്ന് ചോദിക്കുകയാണെങ്കിൽ 10 പേജസ്. ഓക്കെ, സോ ഇത്രയാണ് സ്റ്റെപ്സ് ഇൻ പ്രൊജക്റ്റ് പ്രപ്പോസൽ നമ്മൾ ഓർത്ത് വയ്ക്കേണ്ട കാര്യങ്ങൾ. ഇനി നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ്റെ രണ്ടാമത്തെ സെക്ഷനിലോട്ട് പോവാം, ഒരു പ്രൊജക്റ്റ് എങ്ങനെ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത്. പ്രിപ്പയർ എ പ്രൊജക്റ്റ് ഓൺ ഐഡൻറ്റിഫൈഡ് പ്രോബ്ലം ഇൻ യുവർ ഏരിയ. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ രക്ഷപ്പെട്ടു. നമ്മൾ ഓൾറെഡി പഠിച്ച ഫോർമാറ്റ് അങ്ങനെ തന്നെ അങ്ങ് എഴുതി വെച്ചാൽ മതി. കാരണം നമ്മുടെ ഏരിയയിലുള്ള ഏതെങ്കിലും ഒരു പ്രശ്നത്തിനെ കുറിച്ച് ഒരു പ്രൊജക്റ്റ് ചെയ്താണ് ചോദിക്കുന്നത്. ഇനി ഇതല്ലാതെ ചിലപ്പോൾ അവർ ഇങ്ങോട്ട് എടുത്ത് ചോദിക്കാം, ഒരു മൊസ്കിറ്റോ കൺട്രോളിനെ കുറിച്ച് ഒരു പ്രൊജക്റ്റ് തയ്യാറാക്കാം എന്നൊക്കെ ഉള്ളത്. അപ്പോഴൊക്കെയാണ് നമ്മൾ പഠിച്ച ഫോർമാറ്റിലേക്ക് ആ ഒരു സിറ്റുവേഷൻ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. സോ പ്രിപ്പയർ എ പ്രൊജക്റ്റ് ഓൺ ഐഡൻറ്റിഫൈഡ് പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഏരിയയിലുള്ള ഏതെങ്കിലും ഒരു പ്രശ്നം നമ്മൾ ഒരു പ്രൊജക്റ്റ് പ്രപ്പോസ് ചെയ്യുക. സോ നമുക്ക് ഒരു മോഡൽ വെച്ചിട്ട് അത് നോക്കാം. ഞാൻ ആ ഒരു ഫോർമാറ്റ് നിങ്ങൾക്ക് പറഞ്ഞുതരാം, ബാക്കി നിങ്ങൾ ആ രീതിയിൽ എഴുതിയാൽ മതി. ഓക്കെ, സോ നമ്മളിവിടെ എക്സാമ്പിളായിട്ട് എടുത്തിരിക്കുന്നത് ജലജന്യ രോഗങ്ങൾ തടയാൻ വേണ്ടിയിട്ടാണ്. സോ നമ്മുടെ ഫസ്റ്റ് പറഞ്ഞൊരു ഹെഡിങ് വേണം. സോ നമ്മുടെ ഹെഡിങ് ആണ് ജലജന്യ രോഗങ്ങൾ അറിയാം പ്രവർത്തിക്കാം എന്ന് ഞാനൊരു ഹെഡിങ് കൊടുത്തു. നെക്സ്റ്റ് ആമുഖം, അതായത് ഇപ്പം ഞാനൊരു ആമുഖം എഴുതി വെക്കണം. സോ ഇപ്പം ജലജന്യ രോഗമാണ്. അപ്പോൾ ഞാൻ പറയുന്നു ജലം നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, അതില്ലാതെ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല. ഈ ജലത്തിൽ പക്ഷേ ഇപ്പോൾ ഒരുപാട് മൈക്രോ ഓർഗാനിസം കലർന്ന വെള്ളമൊക്കെയാണ് ജനങ്ങൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അവർക്ക് വാട്ടർ ബോൺ ഡിസീസസ് ഉണ്ടാകുന്നുണ്ട്. ഞങ്ങളുടെ ഏരിയ അല്ലെങ്കിൽ ഞങ്ങളുടെ വാർഡ് നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഈ ജലജന്യ രോഗങ്ങൾ. മഴക്കാലത്ത് ഇത് വ്യാപകമാവുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് നിയന്ത്രിക്കാനുള്ള ഒരു പ്രൊജക്റ്റാണ് ഞാൻ പ്രപ്പോസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമുക്കൊരു ആമുഖം എഴുതാം. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ഈ പ്രൊജക്റ്റ് പ്രപ്പോസൽ മലയാളത്തിലും എഴുതാം. മലയാളമാണ് നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ ഇത് പ്രൊജക്റ്റ് എഴുതാൻ വേണ്ടിയിട്ട്. സോ നിങ്ങൾ മലയാളം പഠിച്ചാൽ ബെറ്റർ. ഞാനിവിടെ എക്സാമ്പിളായിട്ട് മലയാളത്തിലാണ് പറയുന്നത്. സോ നമുക്ക് നേരെ അടുത്ത ടോപ്പിക്ക് പോവാം, ലക്ഷ്യങ്ങൾ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഹെഡിങ് എഴുതി, പിന്നെ ആമുഖം എഴുതി, പിന്നെ ലക്ഷ്യങ്ങൾ എഴുതി. ലക്ഷ്യം എന്താ, ഡാഷ് ഗ്രാമപഞ്ചായത്തിലെ സബ് സെൻറ്ററിന് കീഴിലുള്ള ഡാഷ് വാർഡുകളിലെ ജനങ്ങളെ ബോധവൽക്കരിക്കാൻ, എന്നിട്ട് വ്യക്തി ശുചിത്വം ഉറപ്പാക്കാനും ജലജന്യ രോഗങ്ങൾ തടയാനും ഒക്കെ ഉള്ള ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കാനാണ് ലക്ഷ്യം എന്ന് പറഞ്ഞിട്ട് ഒരു ലക്ഷ്യം എഴുതുക. അപ്പം ഫോർമാറ്റ് ഇതാണ്, ഡാഷ് ഗ്രാമപഞ്ചായത്തിലെ സബ് സെൻറ്ററിന് കീഴിലുള്ള ഡാഷ് വാർഡുകൾ. ഓക്കെ, നിങ്ങൾ ഏതെങ്കിലും ഒരു ഗ്രാമപഞ്ചായത്തിൻ്റെ പേര് എഴുതുക, ഏതെങ്കിലും ഒരു സബ് സെൻറ്ററിൻ്റെ പേര് എഴുതുക, ഇത്ര വാർഡുകളെന്ന് എഴുതുക. ഓക്കെ, അതാണ് ലക്ഷ്യങ്ങൾ. നെക്സ്റ്റ് പ്രവർത്തനങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ എന്തൊക്കെ വർക്ക് ചെയ്യും എന്നുള്ളത്. സോ എല്ലാ പ്രൊജക്റ്റിലും നമുക്ക് ആദ്യത്തെ 2 പ്രവർത്തനങ്ങൾ സെയിം ആക്കി എഴുതാം. സർവേ ടീമിനെ രൂപീകരിക്കുക, ഒന്നാമത്തെ പ്രവർത്തനം. രണ്ടാമത്തെ പ്രവർത്തനം സർവേ ക്രോഡീകരിക്കുക. പിന്നെ ഞാൻ പറഞ്ഞു നമ്മൾ വാട്ടർ ബോൺ ഡിസീസിനെയാണ്, അപ്പോൾ നമുക്ക് അതിനെന്ത് പറയാം, അടുത്തൊരു പ്രവർത്തനം ORS പാക്കറ്റുകൾ വിതരണം ചെയ്യുക, ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുക. അപ്പോൾ 3 പ്രവർത്തനമായി. പിന്നെ വാട്ടർ ബോൺ ആയതുകൊണ്ട് തന്നെ അവിടുത്തെ ഏരിയാസിലുള്ള വെള്ളം എടുത്ത് പരിശോധനയ്ക്ക് അയക്കുക, കിണറുകൾ ക്ലോറിനേഷൻ ചെയ്യുക, അതേപോലെ ആൾക്കാർക്ക് നോട്ടീസും കാര്യങ്ങളും കൊടുക്കുക, ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കുക, ക്ലാസ്സുകൾ കൊടുക്കുക. ഇതൊക്കെ ആയിട്ടൊരു പ്രവർത്തനങ്ങൾ എഴുതുക. നിങ്ങൾ ഏതാണോ വിഷയം നിങ്ങൾക്ക് വരുന്നത് അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ സെലക്ട് ചെയ്ത് ഇങ്ങനെ എഴുതുക. ആദ്യത്തെ 2 സെയിം എഴുതാം, സർവേ ടീമിനെ രൂപീകരിക്കുക, അതുപോലെ തന്നെ സർവേ ക്രോഡീകരണം. സോ നമ്മൾ ഇപ്പം അത്രയേ ഉള്ളൂ പ്രവർത്തനങ്ങൾ. അപ്പോൾ ആമുഖം പറഞ്ഞു, ലക്ഷ്യങ്ങൾ പറഞ്ഞു, പ്രവർത്തനങ്ങൾ പറഞ്ഞു. ഇനി ഈ മേലെ എഴുതിയ സെയിം സാധനം പ്രവർത്തനങ്ങൾ, അത് തന്നെ പ്രവർത്തന കലണ്ടർ എന്ന് പറയുന്നതിൻ്റെ ഹെഡിങ്ങിൽ താഴോട്ടേക്ക് എഴുതുക. എന്നിട്ട് എന്ത് പറയുന്നു, അതായത് ഈ സർവേ ടീമിനെ രൂപീകരിക്കുക എന്ന് എഴുതുന്നു. അതിന് ശേഷം സർവേ ക്രോഡീകരണം, പിന്നെ ORS, പിന്നെ വെള്ളം പരിശോധിക്കാനൊക്കെ അയക്കുന്നു, ജനങ്ങൾക്ക് ഡോക്സിസൈക്ലിൻ കൊടുക്കുന്നു, ബോധവൽക്കരണം കൊടുക്കുന്നു, കിണറുകൾ ക്ലോറിനേറ്റ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ട് ഇതിനൊക്കെ ഹൈഫൺ ഇട്ടിട്ട് ഓരോ ഡേറ്റ് കൊടുക്കുക. ഇപ്പോൾ സർവേ ടീമിൻ്റെ രൂപീകരണത്തിന് ഞാൻ ഒരു ഹൈഫൺ കൊടുത്തിട്ട് മെയ് കൊടുക്കുന്നു.
മെയ് ഫസ്റ്റ് വീക്ക് കൊടുക്കുന്നു. ഇനി അതിൻ്റെ ക്രോഡീകരണം ഞാനൊരു മെയ് സെക്കൻഡ് വീക്ക് കൊടുക്കുന്നു. ORS കൊടുക്കുന്നത് ജൂൺ ആദ്യവാരം നേരുന്നു. അങ്ങനെ ഇതിന് ഓരോന്നിനും ഓരോ ഡേറ്റ് ഇട്ട് കൊടുക്കുന്നു. അതോടെ പ്രവർത്തന കലണ്ടറും തീർന്നു. നെക്സ്റ്റ് നിർവഹണം. നിർവഹണം എന്ന് വെച്ചാൽ ആരാണിത് ചെയ്യുന്നതെന്നുള്ള, ആരാണ് ഈ നിർവഹണ ചുമതല വഹിക്കുന്നതെന്ന്. സോ നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രൊജക്റ്റിലും നമുക്ക് എന്ത് എഴുതാം? PHSE മെഡിക്കൽ ഓഫീസർ, HI നമ്മുടെ മെഡിക്കൽ ഓഫീസർ അല്ലെങ്കിൽ ഹെൽത്ത് ഇൻസ്പെക്ടർ എന്നിവർ നിർവഹണ ചുമതല വഹിക്കുന്നു. അതങ്ങനെ തന്നെ എഴുതി വയ്ക്കാം. ഓക്കെ, അപ്പോൾ ഏതൊരു പ്രൊജക്റ്റ് എഴുതിയാലും നമുക്ക് നിർവഹണം അത് തന്നെ എഴുതാം. PHSEയിലെ MO, ഹെൽത്ത് ഇൻസ്പെക്ടർ എന്നിവർ നിർവഹണ ചുമതല വഹിക്കുന്നു. ഓക്കെ, സോ നെക്സ്റ്റ് ധനകാര്യ വിശകലനം അഥവാ ബഡ്ജറ്റ്. ഇത് നന്നായിട്ട് ശ്രദ്ധിക്കണം. അതായത് നമ്മൾ ഒരു എവിടെയും ഇല്ലാത്ത രീതിയിൽ ഒരു വലിയ ബഡ്ജറ്റൊന്നും എഴുതി വയ്ക്കരുത്. മാക്സിമം എത്ര ചുരുക്കാൻ പറ്റുമോ അത്രയും രീതിയിൽ എഴുതുക. സോ ധനകാര്യ വിശകലനത്തിൽ നമുക്ക് ആദ്യം ഒരു വാർഡിന് 2 അംഗ ടീം, ഒരു വാർഡിന് 2 ആൾക്കാർ വെച്ച്, മൊത്തം ഞാനിപ്പോൾ 10 വാർഡിലാണ് ചെയ്യുന്നത്, അപ്പോൾ 20 അംഗ ടീമുണ്ട് എനിക്ക്. അപ്പം അതൊന്ന് മെൻഷൻ ചെയ്യുന്നു. 20 അംഗ ടീമാണ്. ഓരോ വാർഡിനും 2 പേര് വെച്ച് 10 വാർഡുണ്ട്, അപ്പോൾ 20 അംഗ ടീം. എന്നിട്ട് സർവേക്ക് വേണ്ടി മൊത്തം 7000 രൂപ ചിലവ് എന്ന് പറഞ്ഞൊരു ചിലവ് എഴുതുന്നു. ഓരോരുത്തർക്കും കൊടുക്കേണ്ട എമൗണ്ട്. അതുപോലെ തന്നെ ഇനി നോട്ട്ബുക്ക്, പെന്ന്, ഇതിനെല്ലാം കൂടെ ഒരു 700 രൂപ ചിലവ്. പിന്നെ ആശാ വർക്കർക്കും ORS വിതരണത്തിനൊക്കെ കൂടെ ഒരു 4000 രൂപ ചിലവ്. പിന്നെ ഇവർക്കൊരു ലഘു ഭക്ഷണം എന്തെങ്കിലും കഴിക്കണ്ടേ, അപ്പോൾ അതിനൊരു 1200 രൂപ ചിലവ്. പിന്നെ ഒരു ഹെൽത്ത് എഡ്യൂക്കേഷൻ ക്ലാസ് നടത്താൻ വേണ്ടി 10 വാർഡിലും കൂടെ ഒരു 8000 രൂപ ചിലവ്. ഇതെല്ലാം 10 വാർഡിൻ്റെയും കൂടെയാണ് ഈ പറഞ്ഞത്. പിന്നെ ഈ പോസ്റ്ററും കാര്യങ്ങളും കൊടുക്കാൻ വേണ്ടി ഒരു 2000 രൂപ ചിലവ് എന്നൊക്കെ പറഞ്ഞ് ഒരു ചിലവ് എഴുതുക. മാക്സിമം ചുരുക്കാൻ പറ്റുന്ന രീതിയിൽ ചുരുക്കുക. എന്നിട്ട് ലാസ്റ്റ് താഴെ ഒരു ടോട്ടൽ ആകെ ഒരു 30,000 അല്ലെങ്കിൽ ഒരു 25,000 രൂപ ചിലവ്. ഇത് ഇത്രയും കൂട്ടിയിട്ട് എത്രയൊക്കെയാണ് നമ്മൾ ഓരോന്നിനും എഴുതി വെച്ചത് അത്രയും കൂട്ടിയിട്ട് ഇത്രയും രൂപ ചിലവ്. ഇനി നേട്ടങ്ങൾ നമ്മൾ നേരത്തെ ലക്ഷ്യത്തിൽ എഴുതിയ സെയിം സാധനം. അതായത് ഇന്ന ഗ്രാമപഞ്ചായത്തിൽ ഇന്ന സബ്സിഡിന് കീഴിലുള്ള 10 വാർഡിലെ ജനങ്ങൾക്ക് ശുദ്ധമായ ജലം കിട്ടിത്തുടങ്ങുന്നു. അതുപോലെ ജനങ്ങളുടെ ആരോഗ്യം ഉറപ്പാക്കുന്നു, അവർക്ക് മെച്ചപ്പെട്ട രീതിയിലുള്ള ഒരു ജീവിതം കിട്ടുന്നു എന്നൊക്കെ പറഞ്ഞ് ആ നേട്ടങ്ങൾ നമ്മൾ എഴുതി വയ്ക്കുക. നെക്സ്റ്റ് മോണിറ്ററിങ്. ഇതാരാണ് മോണിറ്റർ ചെയ്യുന്നത് എന്നുള്ളത്. സോ നമ്മൾ നമ്മുടെ മോണിറ്ററിങ്ങിൽ എഴുതേണ്ടത് സബ് സെൻറ്റർ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മോണിറ്ററിങ് ചുമതല നിർവഹിക്കുന്നു. എന്താണ് എഴുതേണ്ടത്? സബ് സെൻറ്റർ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മോണിറ്ററിങ് ചുമതല നിർവഹിക്കുന്നു. ഓക്കെ, സോ ഈ ഒരു ഫോർമാറ്റ് അങ്ങനെ തന്നെ പഠിച്ചു വയ്ക്കുക. ആദ്യം നമ്മൾ ഒരു ഹെഡിങ് എഴുതുന്നു, അതുപോലെ തന്നെ നെക്സ്റ്റ് നമ്മളൊരു ലക്ഷ്യം എഴുതുന്നു, പിന്നെ പ്രവർത്തനങ്ങൾ എഴുതുന്നു, പ്രവർത്തന കലണ്ടർ എഴുതുന്നു, നിർവഹണം എഴുതുന്നു, ധനകാര്യ വിശകലനം, നേട്ടങ്ങൾ, മോണിറ്ററിങ്. ഓക്കെ, ഈ ഒരു ഓർഡറിൽ അങ്ങനെ തന്നെ പഠിച്ചു വയ്ക്കുക. പ്രവർത്തനങ്ങളിൽ തന്നെയാണ് പ്രവർത്തന കലണ്ടറിലും വരുന്നത്, ജസ്റ്റ് ആ ടൈം മാത്രം എഴുതി വയ്ക്കുന്നു. ഓക്കെ, ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഫോർമാറ്റാണ് പറഞ്ഞു തന്നത്. ഇതിൻ്റെ റിട്ടേൺ ഫോം നിങ്ങൾക്ക് ഇപ്പോൾ ഹാൻഡ് റിട്ടേൺ ഫോം നിങ്ങൾക്ക് വേണം. സ്റ്റെപ്സ് ഇൻ പ്രൊജക്റ്റ് പ്രപ്പോസൽ എങ്ങനെയാണ്, അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു പ്രൊജക്റ്റ് എഴുതിയതിൻ്റെ ഒരു ഹാൻഡ് റിട്ടേൺ ഫോം നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജായ ഹെൽത്ത് ഇൻസ്പെക്ടേഴ്സ് ക്രൂവിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയക്കാവുന്നതാണ്. സോ ഇതിൻ്റെ റിട്ടേൺ ഫോമാറ്റിന് വേണ്ടിയിട്ട് ജസ്റ്റ് DM ചെയ്യാം ഹെൽത്ത് ഇൻസ്പെക്ടേഴ്സ് ക്രൂവിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ്. ഓക്കെ, സോ ഇത്രയാണ് നമ്മുടെ പ്രൊജക്റ്റ് പ്രപ്പോസലിൽ പറയാനുള്ളത്. വളരെ സിമ്പിളാണ്. ജസ്റ്റ് ആ സ്റ്റെപ്സ് ഒരു 6 സ്റ്റെപ്പുകൾ പഠിച്ചു വയ്ക്കുക. പ്രൊജക്റ്റ് കോണ്ടെക്സ്റ്റ്, പേഴ്സണൽ, വർക്ക് പ്ലാൻ, ബഡ്ജറ്റ്, പ്രൊജക്റ്റ് ഔട്ട്പുട്ട്, പ്രപ്പോസൽ സബ്മിഷൻ. ഇത്രയൊരു സ്റ്റെപ്പുകൾ പഠിച്ചു വയ്ക്കുക. അതെന്താണെന്ന് വ്യക്തമാക്കി കൃത്യമായി മനസ്സിലാക്കി വയ്ക്കുക. എന്നിട്ട് നിങ്ങളേതായ ഭാഷയിൽ അത് എഴുതുക. നെക്സ്റ്റ് പ്രിപ്പയർ എ പ്രൊജക്റ്റ് ഓൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് കൺട്രോൾ അല്ലെങ്കിൽ പ്രിപ്പയർ എ പ്രൊജക്റ്റ് ഓൺ മൊസ്കിറ്റോ കൺട്രോൾ എന്നൊക്കെ പറഞ്ഞൊരു ക്വസ്റ്റ്യൻ വരും. അപ്പോൾ ആ ഒരു പ്രൊജക്റ്റ് ഈ പറഞ്ഞ ഫോമാറ്റിൽ അങ്ങനെ തന്നെ പഠിച്ചു വയ്ക്കുക. ടൈറ്റിൽ, ആമുഖം എന്നുള്ള രീതിയിൽ ആ ഒരു മലയാളത്തിൽ അങ്ങനെ തന്നെ അങ്ങ് പഠിച്ചു വയ്ക്കുക. സോ എന്തായാലും ഒരു ഫോർമാറ്റ് പഠിച്ചു വയ്ക്കുക. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു.